എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ 30-ാം ദിവസമാണിന്ന്. 30-ാം ദിവസത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതുമാത്രമല്ല, മറ്റു സിനിമകളുടെ അപ്ഡേറ്റ് കൂടി ഈ ഒരു വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. ആ ഒരു കളക്ഷനിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 50,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതാണ്. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മലയാളത്തിന്റെ ഒരേ ഒരു ലോക ഇറങ്ങിയിട്ട് ഇന്ന് ബോക്സ് ഓഫീസിൽ 30-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ശേഷം ബുക്ക് മൈ ഷോയിലൂടെ ചിത്രത്തിന്റെ ഭാഗത്തുനിന്നും വിറ്റുപോകുന്നത് ഓരോ മണിക്കൂറിലും 2300-ൽ പരം ടിക്കറ്റുകളാണ്. ഇന്നലെയും ഇന്നുമായിട്ട് മലയാളത്തിൽ പുതിയ പുതിയ മലയാള സിനിമകൾ റിലീസായിട്ട് പോലും, അതായത് ഇന്നലെ ബിനീത് ശ്രീനിവാസൻ ചിത്രമായ കരവും അതോടൊപ്പം ഇന്ന് ഷൈൻ നിഗം കേന്ദ്ര കഥാപാത്രമായി എത്തിയ ബൾട്ടിയും റിലീസ് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇന്നും കേരള ബോക്സ് ഓഫീസിൽ 1-ാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ലോകയുടെ 5-ാമത്തെ വീക്കെൻഡിന്റെ അവസാനം എത്തിയപ്പോഴും 275 സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനം തുടരുന്നത്. മികച്ചൊരു ഹോൾഡ് ചിത്രത്തിന്റെ 5-ാമത്തെ ആഴ്ചയിലും ചിത്രം നിലനിർത്തിയിരിക്കുകയാണ്. അതിന് കാരണം പ്രേക്ഷകർ ചിത്രം കാണാൻ വേണ്ടി ഇപ്പോഴും ഇടിച്ചു കയറിയാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. ഒപ്പം ലോകയെ സംബന്ധിച്ച് ഇന്നൊരു മറ്റൊരു അപ്ഡേറ്റ് കൂടി അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. നാളെ കൃത്യം രാവിലെ 11:11 ചിത്രത്തെ സംബന്ധിച്ച് മറ്റൊരു അപ്ഡേറ്റ് കൂടി പുറത്തു വരുന്നതായിരിക്കും. ചിലപ്പോൾ അത് ലോക ചാപ്റ്റർ 2-വിന്റെ അപ്ഡേറ്റ് ആയിരിക്കും, പ്രഖ്യാപനമായിരിക്കും. ആദ്യ 29 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 108 കോടിക്ക് മുകളിലും, റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും 57 കോടിക്ക് മുകളിലും, ഓവർസീസ് ബോക്സ് ഓഫീസിൽ നിന്നും 118 കോടിക്ക് മുകളിലും ലോക ചാപ്റ്റർ 1 ഇതിനോടകം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു. അങ്ങനെ ടോട്ടൽ 29 ദിവസങ്ങൾ കൊണ്ട് 283 കോടി രൂപയോളമാണ് ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ചിത്രത്തിന്റെ 30-ാം ദിവസമായ ഇന്നത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് പോകാം. ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് ലോകയുടെ പേരിൽ 784 ഷോകളാണ്. ചിത്രത്തിന്റെ 30-ാം ദിവസവും 28,000-ൽ പരം പ്രേക്ഷകരാണ് ചിത്രം കാണാൻ വേണ്ടി ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ ലോകയുടെ പേരിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 900 ഷോകളാണ്. ഓഡിയൻസ് ആയി ചിത്രത്തിന്റെ 30-ാം ദിവസം 27,000-ൽ പരം പ്രേക്ഷകരെയാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 900 ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 30-ാം ദിവസം 15% മുകളിലാണ്. നിലവിൽ ഈ സമയം വരെയുള്ള ലോകയുടെ കേരള ട്രാക്കിംഗ് കളക്ഷൻ 48 ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ചിത്രത്തിന്റെ 30-ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ നിന്നും 68 ലക്ഷത്തിന് മുകളിൽ ചിത്രം സ്വന്തമാക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അങ്ങനെ ടോട്ടൽ 30 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 109 കോടി റേഞ്ചിലാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ഇന്ന് റിലീസായ ഷൈൻ നിഗം കേന്ദ്ര കഥാപാത്രമായി എത്തിയ ബൾട്ടിയുടെ ട്രാക്കിംഗ് കളക്ഷനിലേക്ക് പോകുമ്പോൾ 784 ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ 28,000-ൽ പരം പ്രേക്ഷകരാണ് ചിത്രം കാണാൻ വേണ്ടി ഇന്ന് ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 13% തിയേറ്റർ ഓക്യുപ്പൻസിയിൽ ചിത്രത്തിന്റെ ട്രാക്ക്ഡ് കളക്ഷൻ 43 ലക്ഷം രൂപയാണ്. അതോടൊപ്പം തന്നെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് ഇന്നലെ പുറത്തിറങ്ങിയ കരം എന്ന സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷനിലേക്ക് പോകുമ്പോൾ ചിത്രത്തിന്റെ 2-ാം ദിവസം 516 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 6,256 പ്രേക്ഷകരെ ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്യുമ്പോൾ ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 5% മാത്രമാണ്. നിലവിൽ ചിത്രത്തിന്റെ ട്രാക്ക്ഡ് കേരള കളക്ഷൻ 10 ലക്ഷം രൂപയാണ്. ഇതിൽ നിന്നും വ്യക്തമാണ് ലോക എന്ന സിനിമ എത്രത്തോളം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. കാരണം ചിത്രത്തിന്റെ 30-ാം ദിവസവും മികച്ചൊരു ബോക്സ് ഓഫീസ് വേട്ട തന്നെയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിലടക്കം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീഡിയോ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.